കൊച്ചിയിൽ വൻ ലഹരിവേട്ട എന്നുള്ള വാർത്ത വരുന്നു. എറണാകുളത്താണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. വനിതയുമാണ് ഈ ഹാഷിഷ് ഓയിൽ ട്രെയിൻ മാർഗം കൊച്ചിയിൽ എറണാകുളത്ത് കൊണ്ടുവന്നിട്ട് അവർ ഓട്ടോയിൽ വന്നെന്നുള്ള ഇവിടെ വരികയായിരുന്നു. ഇവർക്ക് ഇവിടെ റൂം കൊടുക്കാനും ഏറ്റുവാങ്ങാനും വന്ന ആൾക്കാരാണ് അശ്വിൻ ജോയും, പെരുമ്പടപ്പ് സ്വദേശികളായ അശ്വിൻ ജോയും അതുപോലെ തന്നെ ശ്രീരാജും. ഇവരെ 4 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ ചുമതലയുള്ള പിന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ജി കൃഷ്ണകുമാറാണ് എൻ്റെ പേര്. മുൻപാണ് അതായത് കൊച്ചി പട്ടുമ്മലിലുള്ള ഒരു സ്ഥലത്ത് നിന്നും 2 കിലോയിലേറെ വരുന്ന എറണാകുളത്ത് നടന്ന ലഹരിവേട്ട സംബന്ധിച്ച് ഇപ്പോൾ അധികൃതർ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. എറണാകുളം മട്ടമ്മലിലാണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, പറയൂ. ഉന്മേഷ്, ഏതായാലും 4 പേരാണ് ഇപ്പോൾ എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് 2 കിലോയോളം വരുന്ന ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് 2 കോടിയോളം രൂപ വില മതിക്കുമെന്നാണ് എക്സൈസിന്റെ പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. 2 കിലോയിൽ അധികം ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ 2 പേർ ഒറീസ സ്വദേശിയാണ്. സമരമുഖിൽ നിന്നും സുനിമണി എന്നും പേരായ 2 പേരാണ് ഒറീസയിൽ നിന്ന് ഇവിടെ എത്തുകയും തേവരയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ, സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കുകയുമായിരുന്നു. ഇവിടെ വെച്ച് മലയാളികളായ 2 പേർക്ക്, 2 യുവാക്കൾക്ക് കൈമാറുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക്കുന്നതിനിടയിൽ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇവരെ പിടിയിലാക്കിയത്. പ്രത്യേകിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് പ്രത്യേകതരമായിട്ടുള്ള അന്വേഷണങ്ങളും സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കം എക്സൈസിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരികയായിരുന്നു. അതിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ ഇന്ന് ഇവിടെ എത്തുമെന്നും ലഹരി വസ്തുക്കൾ കൈമാറുമെന്നും കൃത്യമായ വിവരം ലഭിക്കുകയും അതിനെ തുടർന്ന് ഇവരെ പിടികൂടാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പ്രദേശം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ ഹാഷിഷ് ഓയിൽ 2 പ്ലാസ്റ്റിക് കവറുകളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നുണ്ടായിരുന്ന ഹാഷിഷ് ഓയിൽ എക്സൈസ് ഇപ്പോൾ സാക്ഷികളെ മുൻനിർത്തി തന്നെ സീസ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നമ്മോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം ഈ ഒരു സെർച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി കണ്ടെത്തേണ്ടത് ഈ ലഹരി വസ്തുക്കൾ, അതായത് ഇത്രയധികം ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ഈ ലഹരി വസ്തുക്കൾ ആർക്ക് വിപണനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആരാണ് ഇവർ, ഈ വാങ്ങുവാൻ വന്നവർ തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോകുന്നത് ഈ വസ്തുക്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന വിവരത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ കൊണ്ടുവന്നവർ ഇതിന്റെ കാരിയേഴ്സ് ആയിരുന്നോ, അക്കാര്യങ്ങളെല്ലാം കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടക്കം കേരളത്തിൽ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് എന്നതും പ്രത്യേകം കാണേണ്ടതാണ്. ഈ അടുത്ത നാളുകളിൽ തന്നെ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് കൊച്ചി നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു സീസിംഗ് ആണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മൂല്യമുള്ള, അങ്ങേയറ്റം അപകടകരമാവും വിധം മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള ലഹരി വസ്തുക്കളാണ്, ഹാഷിഷ് ഓയിലാണ് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. കഞ്ചാവിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഹാഷിഷ് ഓയിലാണ് ഇവിടെ ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. എക്സൈസിന്റെ വലിയൊരു സംഘം തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ടയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതിന്റെ പ്രധാനി ആരാണ് എന്ന് കണ്ടെത്തുവാനുള്ളൊരു ശ്രമം കൂടി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, യഥാർത്ഥത്തിൽ ഈ കൊണ്ടുവന്നത് ഇവർ തന്നെയാണോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി കൊണ്ടുവന്നാണോ? കൊണ്ടുവന്നത് സുനമണിയും അതുപോലെ തന്നെ മുതലിയും. അവർ ഹാഷിഷ് ഓയിൽ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇവിടെ വിശാഖപട്ടണത്ത് ഇവിടെ എത്തിച്ചു. അത് ഏറ്റുവാങ്ങാൻ വന്നവരാണ് ഈ ശ്രീരാജ്. സർ, അവരെ കാണുമ്പോൾ വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യരെ പോലെ തോന്നുന്നു. അവർ തന്നെ ആയിരിക്കുമോ ഇതിന്റെ ഉടമകൾ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് കാരിയേഴ്സ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ. അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ഇവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നവരല്ല, നേരത്തെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ വരാൻ സാധ്യത. ഇവർക്ക് വാങ്ങാൻ വന്ന മലയാളികളുണ്ടല്ലോ, അവരാരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് പറയാം. പെരുമ്പടപ്പ് സ്വദേശികളായ പിന്നെ അശ്വിൻ ജോയ്, ശ്രീരാജ് എന്നിവർ 2 പേരാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കെങ്കിലും വാങ്ങാമെന്നാണോ? ഉണ്ട്, അതിൽ ആൾക്കാരുണ്ട്. ഇനിയും ആൾക്കാരിലേക്ക് അറസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്ന ലഹരി ആവാനുള്ള സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് ഇതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തു വരുന്നത്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 2 കോടിയുടെ ലഹരി മരുന്നാണ് കൊച്ചിയിൽ പിടികൂടിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.